സർ നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ വീണ്ടും ഒരു റെക്കോർഡ് ഹൈയിലേക്കൊരു മുന്നേറ്റം, ഒരു യാത്ര തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. 21,542.6 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാപാരം തുടങ്ങി ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ 101 പോയിന്റ്സിന്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയിൽ നമുക്കിപ്പോൾ കാണുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഇന്ന് ഈ ഒരു സൂചികയിൽ പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? So, Anil, Nifty 50യുടെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ഇന്ന് നിഫ്റ്റി 50ക്ക് 21,800 പോയിന്റ്സിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സീ ഫർദർ ബുള്ളിഷ്നെസ്. സോ 21,800 ആയിരിക്കാം നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ. ബാങ്ക് നിഫ്റ്റിന്റെ ആ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നു. സാറിന് ബാങ്ക് നിഫ്റ്റിനെ പറ്റിയുള്ള വ്യൂസ് എന്താണ് സാർ? സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ അൺഫോർച്ചുനേറ്റ്ലി ട്രെൻഡ് ഇപ്പോഴും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് അണ്ടർ ടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറൌണ്ട് 48,200 48,300 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചൊരു ശക്തമായ ഒരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിക്കത്തുള്ളൂ. സർ അടുത്തായിട്ട് നിഫ്റ്റി ഐ ടിയിലേക്ക് ഇന്നലെ ഇപ്പോൾ ഒരു വലിയൊരു മുന്നേറ്റം നടത്താൻ സാധിക്കാത്തൊരു സൂചിക കൂടിയായിരുന്നു നിഫ്റ്റി ഐ ടി. എന്നാൽ ഇന്നിപ്പോൾ നല്ലൊരു ശക്തമായിട്ട് റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. 0.79% നേട്ടത്തിൽ 35,772.75 എന്നൊരു റേഞ്ചിലാണ് നിഫ്റ്റി ഐ ടിയിൽ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. നിഫ്റ്റി ഐ ടിയിൽ ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ് ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇന്നലത്തെ ഫോർത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻഫോസിസിൽ വി ഹേർഡ് ദാറ്റ് ഒരു വലിയ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നൊക്കെ. സോ അത് ആ ഒരു വാർത്ത വന്നപ്പോഴും ഞാൻ സൂചിപ്പിച്ചത് അത് ഒരു വിധത്തിലും സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡിനെ ബാധിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എല്ലാ ഐ ടി സ്റ്റോക്സ് ഇൻക്ലൂഡിംഗ് ഇൻഫോസിസ് കണ്ടിന്യൂ ടു ബി വെരി വെരി ബുള്ളിഷ്. ഇന്നത്തെ ട്രേഡിംഗിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ് ഇസ് സ്റ്റാൻല പ്ലാറ്റ്ഫോംസ്. സ്റ്റാൻല പ്ലാറ്റ്ഫോംസ് ഓൾമോസ്റ്റ് ഒരു 3.5% നേട്ടം ഓൾറെഡി നൽകി കഴിഞ്ഞു. ആൻഡ് ഐ എം വെരി വെരി പോസിറ്റീവ് ഓൺ സ്റ്റാൻല. സൂചികയും എനിക്ക് കാഴ്ചവെച്ചിരിക്കുന്നത്. ഓഡിയോയിൽ എന്തോ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നുന്നു. നിലപാട് എന്താണ് സാർ? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാവോ? എന്തോ ഒരു ഓഡിയോ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഷുവർ. പി എസ് യു ബാങ്കിങ് സൂചികയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പി എസ് യു ബാങ്കിങ് സൂചികയിൽ ഇന്ന് ഈ വാരം നമുക്ക് ഫിനാൻസ് മിനിസ്റ്റർ എല്ലാ പി എസ് യു ബാങ്കിങ് ചീഫുകളുമായിട്ട് ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ പി എസ് യു ബാങ്കിങ് സൂചിക നമ്മൾ ടെക്നിക്കൽ വൈസ് നോക്കുമ്പോൾ നല്ലൊരു മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നു. 0.5% നേട്ടമാണ് പി എസ് യു ബാങ്കിങ് സൂചികയിൽ നമുക്ക് ഈ വാരം നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഇന്നത്തെ ട്രേഡിംഗ് ദിനത്തിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്, ക്ഷമിക്കണം. അപ്പോൾ ഈ നമുക്ക് പി എസ് യു ബാങ്കിങ് സൂചികയെ പറ്റി സാറിന്റെ നിലപാട് എന്താണ് സർ? എക്സ്ട്രീംലി ബുള്ളിഷ്. ഇൻഫാക്ട് ഇന്ന് മാർക്കറ്റ് പ്ലസ് ഫോറത്തിൽ ഞാൻ പി എസ് യു ബാങ്കിങ് സ്റ്റോക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ പി എസ് യു ബാങ്ക് ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 5,700 പോയിന്റ്സ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ചില ലോ വാല്യൂ പി എസ് യു സ്റ്റോക്സ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂക്കോ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര മുതലായ സ്റ്റോക്സിലൊക്കെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ അവസരങ്ങൾ ലഭിക്കും. സർ ഇന്നിപ്പോൾ സിമെന്റ് സെഗ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം ക്രിയേറ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അംബുജ സിമെന്റ്സ്, ACC, അതുപോലെ തന്നെ മംഗളം, ഇന്ത്യ സിമെന്റ്സ് തുടങ്ങിയ ഓഹരികളിലെല്ലാം തന്നെ ശക്തമായിട്ടൊരു മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ അംബുജ സിമെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് സാറിൻ്റെ ഒരു വ്യൂ അറിയാൻ ആഗ്രഹിക്കുന്നത്. അംബുജ സിമെന്റ്സ് നിലവിൽ 2.74% നേട്ടം നൽകി 519.2 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഒരു 50 ഹൈയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനുവരിയിൽ സൃഷ്ടിച്ചിട്ടുള്ള 536.75 എന്നൊരു റേഞ്ച് ആയിരുന്നു സൃഷ്ടി. പിന്നീട് അതിനുശേഷം അത്രയധികം ഒരു മുന്നേറ്റം നടത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അംബുജ സിമെന്റ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. എനിക്ക് എൻറ്റയർ സിമെന്റ് സെക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് അംബുജ സിമെന്റ്സ്.
ആൻഡ് അംബുജ സിമെന്റ്സിന്റെ കേസിൽ 512, 513 ആ ഒരു റേഞ്ച് ആയിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്ക് 25 മുതൽ 45 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. സോ ഈ വർഷത്തിലെ അവസാനത്തെ വാരം തന്നെയാണത്. ഈ അവസാനത്തെ വാരത്തിൽ ഇന്നലെയും ആവട്ടെ നമുക്ക് അഡാനി കമ്പനിയായ അഡാനി ഗ്രീൻ നമുക്കൊരു ന്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് അഡാനി ഗ്രീൻ നമുക്ക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമുക്കൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ബോർഡ് മീറ്റിംഗിൽ ഫണ്ട് റേസിംഗ് പ്രഖ്യാപനം 9,000 കോടിയോളം റേസ് ചെയ്യും എന്നുള്ള ഫണ്ട് റേസിംഗ് പ്രഖ്യാപനത്തിൽ ഒരു 3% നമുക്ക് ഷെയർ പ്രൈസ് കുതിപ്പ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചിരുന്നു. തുടർച്ചയായിട്ട് ഇന്ന് നമുക്ക് ഓപ്പണിംഗ് ഹവേഴ്സിലും അഡാനി ഗ്രീനിന്റെ തുടർച്ചയായിട്ട് മറ്റൊരു ന്യൂസും ലഭിച്ചിരിക്കുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ അഡാനി ഗ്രീനും ടോട്ടൽ എനർജി ഫോഴ്സും 50:50 ജോയിന്റ് വെഞ്ചർ ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ടോട്ടൽ എനർജി $300 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വാരത്തിലെ തുടർച്ചയായിട്ട് 2 ദിവസമാണ് അഡാനി ഗ്രീൻ എന്നുള്ള കമ്പനി നമുക്ക് ന്യൂസുകൾ വരുന്നത്. അപ്പോൾ സാറിന് അഡാനി ഗ്രീൻ കമ്പനിയുടെ സാറിന് വ്യൂസ് എന്താണ്, കാഴ്ചപ്പാട് എന്താണ് സാറിന് രേഖപ്പെടുത്താമോ? സോ നമുക്ക് അഡാനി ഗ്രൂപ്പ് മാത്രമല്ല, നമുക്ക് ഒരു കമ്പനിയുടെ ഷെയർസിലും നമുക്ക് ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ട് നമുക്കൊരു ട്രേഡിംഗ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. അഡാനി ഗ്രൂപ്പ് സ്റ്റോക്സ് എടുക്കുമ്പോഴേക്ക് അഡാനി എന്റർപ്രൈസസ്, അഡാനി എനർജി സൊല്യൂഷൻ, അഡാനി ഗ്രീൻ, അഡാനി ടോട്ടൽ ഗ്യാസ്, ഇതിലൊക്കെ തന്നെ കഴിഞ്ഞ 6-7 ആഴ്ചകളായിട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു കറക്ഷന് ശേഷം വീണ്ടും നമുക്ക് ഒത്തിരി ബുള്ളിഷ് ട്രിഗേഴ്സ് ഇത്തരം സ്റ്റോക്സിൽ ലഭിച്ചിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇന്നത്തെ ഈ ഹൈ ലെവൽസിൽ അഡാനി ഗ്രീനിൽ ഒരു ലോ റിസ്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. റിസ്ക് ഇസ് ഓൺ ദ ഹയർ സൈഡ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അഡാനി ഗ്രീനിന്റെ കേസിൽ 1,720 രൂപ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് അതേസമയം 1,350 രൂപ സപ്പോർട്ടായിട്ടും വാച്ച് ചെയ്യാം. അഡാനി എന്റർപ്രൈസസിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് അഗെയിൻ ദ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ ഒരുപക്ഷെ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും, പ്രൊവൈഡഡ് അഡാനി എന്റർപ്രൈസ് 2,925 രൂപയുടെ റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. ആൻഡ് അറ്റ് ദ സെയിം ടൈം അഡാനി എനർജി സൊല്യൂഷന്റെ കേസിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എൻട്രി ലഭിക്കണമെങ്കിൽ 1,150 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, അടുത്തതായിട്ട് കേരള എന്നുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നതിൽ ഏകദേശം 2% മുകളിൽ, കൃത്യമായി പറഞ്ഞാൽ 2.68% നേട്ടത്തിൽ 26.8 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഓഹരിയുടെ 50 ഹൈ എന്ന് പറയുന്നത് 28.5 എന്ന ഒരു റേഞ്ച് ആയിരുന്നു. ഡിസംബർ 18 ഈ ഒരു റേഞ്ചിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓഹരിയെ പറ്റിയുള്ള സാറിൻ്റെ ഒരു ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? So, South Indian Bank, the long-term trend വളരെ bullish ആയി തന്നെ തുടരുന്നു. ബട്ട് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ്വേസ്. ഈ ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് എൻട്രി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ലഭിക്കാൻ പോകുന്നില്ല. നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ ഇന്ന് 27.50 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. യെസ് സാർ, ഇന്ന് ഹാപ്പി ഫോർജിങ്സിന്റെ ലിസ്റ്റിംഗ് ദിനം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ലിസ്റ്റിംഗ് ദിനത്തിൽ സാറിന്റെ അഡ്വൈസ് എന്താണ്? ഇന്ന് ഹോൾഡ് ചെയ്യണോ അതോ ഇനിയും ഒരു മുന്നേറ്റം ഇത്തരം ഒരു IPO കാണാൻ സാധിക്കുമോ സർ? സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? ഹാപ്പി ഫോർജിങ്സ്. ഹാപ്പി ഫോർജിങ്സ്. സോ ഹാപ്പി ഫോർജിങ്സിൽ അഗെയിൻ നമുക്കിപ്പോൾ ലിസ്റ്റിംഗ് നടക്കുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യൂ പറയാൻ സാധിക്കത്തില്ല. ബട്ട് ലിസ്റ്റിംഗിൽ നമുക്ക് നേട്ടം ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജി വുഡ് ബി ടു സിംപ്ലി ടേക്ക് യുവർ പ്രോഫിറ്റ് ഓഫ് ആൻഡ് വെയിറ്റ് ഫോർ ദ സ്റ്റോക്ക് ടു സെറ്റിൽ ഡൗൺ. കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് പല IPOന് ശേഷം വരുന്ന സ്റ്റോക്സിലും ലിസ്റ്റിംഗിന് ശേഷം കനത്ത സെല്ലിംഗ് കാണാറുണ്ട്. സോ ദ റിസ്ക് വിൽ ബി ലിറ്റിൽ ബിറ്റ് ഓൺ ദ ഹയർ സൈഡ്. ബെറ്റർ ടു ടേക്ക് യുവർ പ്രോഫിറ്റ്.
സർ അടുത്തതായിട്ട് ബാങ്കിങ് സെഗ്മെന്റിലുള്ള ICICI ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മോർണിംഗ് ഫോറത്തിൽ തന്നെ സാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ലോ എൻട്രി എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ICICI ബാങ്കിൻ്റെ ഓഹരി നിലവിൽ 0.59% നേട്ടത്തിൽ 1001 രൂപ എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ICICI ബാങ്കിനെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഒരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലെവലുകളാണ് വാച്ച് ചെയ്യേണ്ടത്? സോ ICICI ബാങ്കിൽ നല്ല ലോ റിസ്ക് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നത് കറന്റ് ലെവൽസ് അറൌണ്ട് 1000 രൂപ. ഈ ലെവലിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 980 രൂപയായിരിക്കാം നമ്മൾ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യേണ്ടത്. സോ നമ്മൾ വേദാന്ത ഓഹരിനെ പറ്റി നോക്കേണ്ടതായിട്ടുണ്ട്. വേദാന്ത ഓഹരികളിൽ നിന്ന് ഇന്നത്തെ ഒരു ദിവസത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്ന് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ട്രേഡേഴ്സിന് ഒരു കൗതുകം അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡിംഗ് ദിനത്തിൽ വേദാന്ത ഓഹരിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യവും നമ്മൾക്ക് ടെക്നിക്കൽ ആസ്പെക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ ലെവലുകളാണ് ഇന്നത്തെ ട്രേഡിംഗ് വ്യാപാര ദിനത്തിൽ ട്രേഡേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു ലെവലുകൾ? നമ്മൾ വേദാന്ത പോലെയുള്ള സ്റ്റോക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കുക. സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽ ഹെൽത്ത് ഒട്ടും നല്ലതല്ല. സോ അതിനേക്കാൾ എത്രയോ മികച്ച ലോ റിസ്ക് ബൈങ് അവസരങ്ങൾ മാർക്കറ്റിൽ നമ്മുടെ മുന്നിലുണ്ട്. സോ നമ്മുടെ ഫോക്കസ് മുഴുവൻ അത്തരം സ്റ്റോക്സിലായിരിക്കാം. ഇറ്റ് ഇസ് ടു റിസ്കി ടു ഗെറ്റ് ഇൻ ടു വേദാന്ത. ആൻഡ് നമ്മൾ ഒരിക്കലും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിവിഡൻഡിന് വേണ്ടി ആ സ്റ്റോക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിവിഡൻഡും കൂടെ ലഭിക്കുകയാണെങ്കിൽ അത് നമ്മളൊരു അഡീഷണൽ ബോണസ് ആയിട്ട് കരുതുക. നമ്മൾ റിവേഴ്സ് മെക്കാനിസത്തിൽ ഒരിക്കലും ഇൻവെസ്റ്റിംഗ് ചെയ്യരുത്. ദാറ്റ് ഈസ് ഡിവിഡൻഡിന് വേണ്ടി ഒരിക്കലും ഒരു ഷെയർ വാങ്ങിക്കാൻ ശ്രമിക്കരുത്. സർ അടുത്തതായിട്ട് സർ പലതവണ നമ്മുടെ ഫോറത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു സ്റ്റോക്കാണ് ബ്രിട്ടാനിയ. ബ്രിട്ടാനിയെ സംബന്ധിച്ച് ഇന്ന് നോക്കുമ്പോൾ 0.83% ഇടിവിൽ 5192.25 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഓഹരിയുടെ ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ ജൂലൈയിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്ന 5270.35 എന്നൊരു റേഞ്ച് ആയിരുന്നു. ബ്രിട്ടാനിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഒരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത്? പറഞ്ഞതുപോലെ നമ്മൾ ഇതേ ഫോറത്തിലെ ബ്രിട്ടാനിയെ കുറിച്ച് കഴിഞ്ഞ 4 മുതൽ 6 ആഴ്ച മുൻപായിരുന്നു ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത്. ആ സമയത്ത് നമ്മൾ ബ്രിട്ടാനിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ബ്രിട്ടാനിയയുടെ ഷെയർ പ്രൈസ് വാസ് ഓൺലി അറൌണ്ട് 4450, 4450. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ബ്രിട്ടാനിയയുടെ ഷെയർ പ്രൈസ് 5200, 5250 ഈ റേഞ്ചിൽ ബ്രിട്ടാനിയയുടെ ഷെയർ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഈ ഹൈ ലെവൽസിൽ നമുക്ക് ബ്രിട്ടാനിയയിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ലെവലും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1130 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. സർ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ പറ്റി നോക്കുകയാണെങ്കിൽ 57.55 എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 1% നേട്ടം കൈവരിച്ചിരിക്കുന്നു. 52 വീക്ക് ഹൈകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 22.75 നിന്ന് 63 ഒരു ലെവലുകൾ വരെ ഇത്തരം ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ഓഹരിനെ പറ്റി സാറിൻ്റെ വ്യൂസ് എന്താണ്? നമുക്ക് ഒരു എൻട്രി എടുക്കണമെങ്കിൽ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ലെവൽസുകൾ എന്തൊക്കെയാണ് സർ? So Ujjivan Small Finance Bank in the long-term trend is bullish, but short-term trend is bearish, sideways. And ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വളരെ സേഫ് ആയിട്ട് ഒരു എൻട്രി ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 65 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാതെ നമുക്കൊരു നല്ല മൊമെന്റത്തോടു കൂടെ നമുക്കൊരു പുതിയ എൻട്രി ലഭിക്കത്തില്ല. സർ അടുത്തതായിട്ട് ഭാരത് ഡൈനാമിക്സുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. ഭാരത് ഡൈനാമിക്സ് ഇന്നിപ്പോൾ 0.89% നേട്ടത്തിൽ 1709.95 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഡിസംബർ 26 ഇന്നലെ ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 1726.95 എന്നൊരു റേഞ്ചിൽ. ഓഹരിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഡിഫൻസ് ഓഹരികൾ ഒരുപക്ഷെ കഴിഞ്ഞ മാസത്തിൽ ഏറ്റവും അധികം നേട്ടം നൽകിയ ഒരു ഓഹരി കൂടിയാണ് ഭാരത് ഡൈനാമിക്സ്. കഴിഞ്ഞ ഒരു മാസത്തിൽ ഏകദേശം 46% നേട്ടമാണ് ഭാരത് ഡൈനാമിക്സ് നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഭാരത് ഡൈനാമിക്സിൽ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്?
See, BDLന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വെരി വെരി ബുള്ളിഷ് ആൻഡ് സ്റ്റോക്കിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. ഓൺലി തിങ് ഇസ് സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ 4 ആഴ്ചക്കിടെ വലിയൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിക്കുന്നത്. 900 റുപ്പീസിലായിരുന്നു അതിന്റെ ഒക്ടോബറിലെ ലോവസ്റ്റ് ലെവൽ ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ 1740 രൂപ വരെ സ്റ്റോക്ക് നേട്ടം നൽകിയിട്ടുണ്ട്. സോ നാച്ചുറലി സ്റ്റോക്ക് ഇസ് പ്രിപ്പയറിംഗ് ഫോർ എ പ്രോഫിറ്റ് ബുക്കിംഗ് ആൻഡ് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ സാറിന്റെ റഡാറിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ്? സോ അനില, നമ്മൾ അതിനെ കുറിച്ച് ഓൾറെഡി എനിക്ക് തോന്നുന്നു സംസാരിച്ചിരുന്നു എന്ന് ഞാൻ എങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ആദ്യം തന്നെ അംബുജ സിമെന്റ്, ICICI ബാങ്ക്, ഇത് രണ്ടും ഡെഫിനറ്റ്ലി ടോപ്പ് ഓഫ് മൈ പാക്ക്. അതിന്റെ കൂടെ തന്നെ സെലക്റ്റീവ് ആയിട്ട് ചില അഡാനി സ്റ്റോക്സിൽ ഞാൻ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ടാൻല പ്ലാറ്റ്ഫോംസിൽ ഐ എം വെരി വെരി ബുള്ളിഷ് ആൻഡ് ഫൈനലി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയിലും ഐ എം വെരി